തനിക്ക് സംശയരോഗമാണെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സുഹൃത്തുക്കളോടും വീട്ടുകാരോടും പറഞ്ഞെന്നും ഗണേഷിനെതിരെ തെളിവ് വേണം എന്നതിനാലാണ് വാളകത്തെ വീട്ടിലെത്തിയതെന്നും ഭാര്യ ബിന്ദു മേനോൻ പറഞ്ഞു. പോലീസിനെ വിളിച്ച തനിക്ക് ഭ്രാന്താണെന്ന തരത്തിലുള്ള മന്ത്രിയുടെ പ്രസ്താവന കണ്ടതുകൊണ്ടാണ് പരസ്യമായി പ്രതികരിക്കാൻ തീരുമാനിച്ചത്. നിയമപരമായ നടപടികളിലേക്കൊന്നും നീങ്ങുന്നില്ലെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. പോലീസ് വീട്ടിലെത്തിയെങ്കിലും സഹായിക്കാതെ മടങ്ങി. തങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്നായിരുന്നു മറുപടി. മുൻപും ശാരീരികമായി ഗണേഷ് കുമാർ ഉപദ്രവിച്ചിട്ടുണ്ട്. എല്ലാ തെളിവും ഉണ്ട്. മന്ത്രിയെയോ സർക്കാരിനെയോ തകർക്കാൻ ലക്ഷ്യവുമില്ല. ആരെയും അറിയിക്കാതെയാണ് വീട്ടിലെത്തിയത്. സംഭവസ്ഥലത്ത് വെച്ച് അവർ മുൻ DGPയും BJP നേതാവും ബന്ധുവുമായ R. ശ്രീലേഖയെ വിളിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം പോലീസ് എമർജൻസി നമ്പറായ 112 വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. മന്ത്രിക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീയെ പോലീസ് വരുന്നതിന് മുമ്പ് ഡ്രൈവർ ശാന്തൻ കാറിൽ കൊണ്ടുപോയി. ഗണേഷ് കുമാർ മുറിയിൽ പോയി വാതിലടച്ചു. പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ പ്രദീപ് എന്ന ജീവനക്കാരൻ കയ്യിൽ പിടിച്ച് വലിച്ച് തടഞ്ഞു. മറ്റൊരു ജീവനക്കാരനായ മനോജ് വന്ന് എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞ് കാല് പിടിച്ചു. സാധനങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മനോജ് ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു. മന്ത്രിയുടെ വീട്ടിൽ പോലീസ് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മനോജ് പോലീസിനെയും തടഞ്ഞു. വീട്ടിനുള്ളിലേക്ക് പോകാനും തങ്ങൾ പുറത്തുണ്ടാകുമെന്നും പോലീസുകാർ പറഞ്ഞു. വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ പ്രദീപ് വീണ്ടും തടയാൻ ശ്രമിച്ചു. സഹായിക്കണമെന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു. പിടിവലികൾക്കിടയിൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ പോലീസ് സംഘത്തെ കാണാതിരുന്നതിനാൽ വന്ന ടാക്സിക്കാറിൽ തിരിച്ചു പോവുകയായിരുന്നു. വർഷങ്ങളായി പ്രശ്നങ്ങളുണ്ട്. പല സ്ത്രീകളെയും വിളിച്ച് വഴക്കുകൂടിയിട്ടുണ്ട്. ഇതോടെ താൻ ആരോട് സംസാരിച്ചാലും ഫോൺ ട്രാക്ക് ചെയ്ത് അവരോട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. സംഭവം സ്ഥിരീകരിച്ച് മുൻ DGP R. ശ്രീലേഖ തിങ്കളാഴ്ച രാവിലെ സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പിട്ടു. ഭർത്താവിൻ്റെ സഹോദരി എന്ന നിലയിലാണ് തൻ്റെ സഹായം തേടിയത്. വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ബിന്ദു പറഞ്ഞു. ആ കാര്യങ്ങൾ വിവരിക്കുന്നത് ശരിയല്ല, ശ്രീലേഖ പറഞ്ഞു. ബിന്ദു മേനോൻ സഹായം അഭ്യർത്ഥിച്ചിട്ടും പോലീസ് ഇടപെട്ടിട്ടില്ലെന്നാരോപിച്ച് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട്ട് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.